ജനങ്ങളുടെ നികുതിപ്പണം മുടക്കിക്കൊണ്ടുള്ള പൂക്കി സതീശമേനോൻ മുഖ്യന്റെ പുതിയൊരു ഹെലികോപ്റ്റർ വിസ്മയം എത്തിയിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ വീണ്ടും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സ്വകാര്യ സർക്കിട്ട്. പക്ഷേ ഇക്കുറി യാത്ര യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കല്യാണം കൂടാൻ കൂർഗിലേക്കാണെന്ന് മാത്രം. അതും കൊച്ചിയിൽ നിന്നും ദൃശ്യങ്ങൾ പുറത്തായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇനി ഇതിന് എന്ത് ന്യായീകരണമായിട്ടാണെന്തോ നമ്മുടെ പൂക്കി സതീശമേനോൻ മുഖ്യൻ മാധ്യമങ്ങളെ കാണുവാൻ വരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമ്മായിയച്ഛനെ ഹെലികോപ്റ്ററിൽ ആപ്പിളും ഓറഞ്ചും മുന്തിരിയും ഒക്കെയായി കാണാൻ പോയതിന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ വിളിച്ചിരുത്തി, പ്രത്യേകിച്ച് PR കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന വി.ഡി. സതീശന് വേണ്ട പ്രിയപ്പെട്ട മാധ്യമങ്ങളെ വിളിച്ചിരുത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. അത്തരത്തിലുള്ള മാധ്യമങ്ങളെ വിളിച്ചിരുത്തി വലിയ വായിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ അമ്മായിയച്ഛനെ കാണാൻ പോയൊന്നുമല്ല, എനിക്കവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളത്തിൻ്റെ വികസനം സാധ്യമാക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല, ആരുമായിട്ടാണ് മീറ്റിംഗ് നടത്തിയതെന്നും ഞാൻ പുറത്ത് വിടില്ല എന്നുള്ള ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു നമ്മുടെ പൂക്കി സതീശമേനോൻ മുഖ്യമന്ത്രി. അപ്പോൾ ഈ ഹെലികോപ്റ്റർ യാത്രയ്ക്കും ഇനി എന്തൊക്കെ തള്ളാണ് കേൾക്കേണ്ടി വരിക എന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതി. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കേരള സർക്കാരിൻ്റെതായിട്ട് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തതിന് മാധ്യമങ്ങൾ തോറും കയറി ഇറങ്ങി നടന്ന് കുറ്റം പറഞ്ഞവരാണ് ഇതേ വി.ഡി. സതീശനും. വി.ഡി. സതീശൻ കാണിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെയും ന്യായീകരിച്ചു മെഴുകുന്ന സൈബർ ലോകത്തെ കൊങ്ങികളും മൂരികളും ലീഗന്മാരുമൊക്കെ. പക്ഷേ അന്ന് സഖാവ് പിണറായി വിജയൻ എടുത്ത തീരുമാനം പ്രളയസമയത്തും വയനാട് മേപ്പാടി ദുരന്ത സാഹചര്യങ്ങളിലും കേരളം ഒന്നടങ്കം ദുരിതത്തിലായിരുന്ന സാഹചര്യങ്ങളിലൊക്കെ ആ ഹെലികോപ്റ്റർ കൊണ്ട് കേരളത്തിന് ഉപയോഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയാണോ? ഒരിക്കലുമല്ല. മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വകാര്യ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി മാത്രമാണ് കേരളത്തിലെ ആ ഹെലികോപ്റ്റർ ഇന്ന് ഉപയോഗിക്കുന്നത്. മുഖ്യമന്ത്രി ദൃശ്യങ്ങൾ നിങ്ങൾ വ്യക്തമായി കണ്ടല്ലോ. കഴിഞ്ഞ തവണ അമ്മായിയച്ഛനെ കാണാനാണ് പോയതെങ്കിൽ ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ കല്യാണം കൂടാൻ കൂർഗിലേക്ക് പോയിരിക്കുന്നു. ഗതികേടൊന്ന് ആലോചിച്ച് നോക്കണേ. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതിപ്പണം പൊടിച്ചാണ് ഈ ദൂർത്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അന്ന് സഖാവ് പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ കയറിയാലുടൻ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമായിരുന്നു, പിണറായി വിജയൻ്റെ ദൂർത്ത് ഹെലികോപ്റ്ററിൽ തേരാപ്പാര സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നു എന്ന്. പക്ഷേ അന്നൊന്നും പിണറായി വിജയൻ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല ഹെലികോപ്റ്ററിൽ യാത്രകൾ ചെയ്തിരുന്നത്, കേരളത്തിന് വേണ്ടി തന്നെയായിരുന്നു. നമ്മൾ തന്നെ പല സാഹചര്യങ്ങളിൽ കണ്ടതാണ്. ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന രോഗികൾക്ക് അവയവദാന രംഗത്ത് അന്ന് പിണറായി വിജയൻ സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ എന്തോരം ഉപകാരമാണ് ചെയ്തതെന്ന്. പക്ഷേ ഇന്ന് അതിനെ വെറും കല്യാണ പാർട്ടി കൂടുവാനും അമ്മായിയച്ഛൻ ആപ്പിളും മുന്തിരിയും വാങ്ങിച്ചു കൊടുക്കാനും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വീട്ടിലേക്ക് മീൻ വാങ്ങിക്കൊണ്ടുപോകാനുമൊക്കെയാണ് കേരളത്തിന്റെ പേരിൽ
കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും വാടക കൊടുക്കുന്ന ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്. ഇതിലും വലിയൊരു നീതികേട് ഈ കേരളത്തിലെ ജനങ്ങളോട് കാട്ടുവാനില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലുണ്ടായ ദുരന്തമുഖത്തൊന്നും ആ ഹെലികോപ്റ്റർ കൊണ്ടുപോയി ഒന്നെത്തി നോക്കുവാൻ നമ്മുടെ കേരളത്തിലെ പ്രിയപ്പെട്ട പൂക്കി സതീശമേനോൻ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നത്. കേരളത്തിന് വേണ്ടി കേരള സർക്കാർ വാടകയ്ക്ക് വേണ്ടി എടുത്തിട്ടിരിക്കുന്ന ഹെലികോപ്റ്റർ അത് ഉപയോഗിക്കുന്നത് ഈ പറയുന്നതുപോലെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മീൻ വാങ്ങിക്കുവാനും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ കല്യാണം കൂടുവാനും ഒക്കെ പോകുവാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞു വെക്കേണ്ട സാഹചര്യമാണിത്. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ലേശം ഉളുപ്പുണ്ടോ? അന്ന് കേരളം ദുരന്തമുഖത്ത് നിന്നപ്പോൾ പിണറായി വിജയൻ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഇന്ന് സതീശമേനോൻ മുഖ്യമന്ത്രി എന്തിനു വേണ്ടിയാണ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നത്? ലേശം ഉളുപ്പുണ്ടോ എന്ന് മാത്രം ചോദിച്ചു വയ്ക്കുന്നു.